ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അതിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അതായത് ലൈഫ് സൈക്കിൾ ഓഫ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഒരു എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യനാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഇയേഴ്സിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം ആ ഒരു എസ്സേ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പൻഡേജസ് ഓഫ് പ്രോണും ഒരു പോസിബിൾ എസ്സേ ആണ്, അത് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ എസ്സേ നോക്കാം. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത് ഒരു എൻഡോ പാരസൈറ്റാണ്, അതൊക്കെ അറിയാമല്ലോ. അതായത് മാമൽസിൻ്റെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ലീവ് ചെയ്യുന്ന ഒരു എൻഡോ പാരസൈറ്റാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത്. ഇതിനൊരു 50 to 25 മൈക്രോൺസ് വരെയൊക്കെ ലെങ്ത് വരാം. അതുപോലെ തന്നെ മോർഫോളജിക്കലി ഇത് ഡിസ്റ്റിങ്ക്റ്റ് ഫോംസിലുണ്ട്, 3 ഫോംസിലുണ്ട്: ട്രോപ്പോസൈറ്റ്, പ്രീസിസ്റ്റിക് ആൻഡ് സിസ്റ്റിക് ഫോം. ഇത് ഇൻട്രൊഡക്ഷനാണ്, അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണം. അപ്പോൾ ഇത് 50 to 25 മൈക്രോൺസ് വരെയൊക്കെ ലെങ്ത് വരാം. ഇത് 3 മോർഫോളജിക്കലി 3 ഡിസ്റ്റിങ്ക്റ്റ് ഫോംസ് ഉണ്ട്: ട്രോപ്പോസൈറ്റ്, പ്രീസിസ്റ്റിക് ആൻഡ് സിസ്റ്റിക് ഫോം. ആക്റ്റീവ് മോട്ടൈൽ ഫോമാണ് ട്രോപ്പോസൈറ്റിക് എന്ന് പറയുന്നത്. ഈ ട്രോപ്പോസൈറ്റിക് സ്റ്റേജസിൽ 2 ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ട്: മാഗ്നയും മൈന്യൂട്ടയും. മാഗ്ന എന്ന് പറയുന്നത് ലാർജാണ്, ആക്റ്റീവാണ്, പാത്തോജനറ്റിക് ഫോമാണ്. ഇത് ഇൻഡസ്റ്റൈനൽ വാളിൽ ഇൻഹിബിറ്റ് ചെയ്ത് കാണപ്പെടുത്തിട്ട്, അതായത് ഇൻഡസ്റ്റൈൻ വാളിൽ പെനട്രേറ്റ് ചെയ്തിട്ട് അവിടെയാണ് കാണപ്പെടുന്നത്. നമ്മുടെ മൈന്യൂട്ട എന്ന് പറയുന്നത് സ്മാളാണ്, ഹാംലെസ് ആണ്. ഇതും നമ്മുടെ ഇൻഡസ്റ്റൈനിലെ ലൂമനിലൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനിയാണ് നമ്മൾ ബാക്കി പോർഷനിലോട്ട് കിടക്കാൻ പോകുന്നത്. അപ്പോൾ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഇറ്റ്സ് ലൈഫ് സൈക്കിൾ ഈ സിംഗിൾ ഹോസ്റ്റിലാണ് നമ്മുടെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മോണോജനറ്റിക് എന്നാണ് അറിയപ്പെടുന്നത്. സിംഗിൾ ഹോസ്റ്റിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് മോണോജനറ്റിക് എന്ന് അറിയുന്നു. നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് എസ്സേ എഴുതാൻ നേരത്ത് മറന്നു പോകത്തില്ല, അല്ലെങ്കിൽ സെൻറ്റൻസ് വിട്ടു പോകത്തില്ല. ഇനി എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. നമ്മൾ 2 കാര്യം പറഞ്ഞു: സിംഗിൾ ഹോസ്റ്റിലായതുകൊണ്ട് മോണോജനറ്റിക് എന്നറിയപ്പെടുന്നു, ഇത് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷനാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനി ട്രോപ്പോസൈറ്റിക് സ്റ്റേജിൽ ബൈനറി ഫ്യൂഷൻ നടന്നാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു അതിൻ്റെ 3 ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേറ്റ് ആണെന്ന്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടുള്ള ട്രോപ്പോസൈറ്റിക് സ്റ്റേജിൽ ബൈനറി ഫ്യൂഷൻ നടന്നിട്ടാണ് നമ്മുടെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഈ ബൈനറി ഫിഷൻ നടക്കുന്നത് അനിമലിൻ്റെ ഹോസ്റ്റിൻ്റെ ഗഡിലായിരിക്കും. ഹോസ്റ്റിൻ്റെ ഗഡിൽ വെച്ചാണ് ഈ ബൈനറി ഫിഷൻ നടക്കുന്നത്. ഈ മൾട്ടിപ്പിൾ ഫ്രിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻസിസ്റ്റഡ് സ്റ്റേജിലായിരിക്കും. അതായത് എക്സൈറ്റേഷന് ശേഷം മാത്രമേ മൾട്ടിപ്പിൾ ഫിഷൻ നടക്കുകയുള്ളൂ. ഇതൊക്കെ താഴോട്ട് വരുമ്പോൾ നമുക്ക് പഠിക്കാം. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരിത് ബൈനറി ഫിഷൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോ ടോപ്പിക്ക് ഹെഡിങ് കൊടുത്ത് തന്നെ എഴുതാൻ നോക്കുക. അപ്പം പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതിയാൽ മതി. നോക്കുന്ന ടീച്ചറിന് എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് നല്ല സ്കോർ വീഴും. അതുപോലെ തന്നെ ഹെഡിങ് കൊടുത്ത് എഴുതിയാലും നമുക്കറിയാൻ പറ്റും ആ ഹെഡിങ്ങിന് കീഴിൽ വരുന്ന കാര്യങ്ങളാണ് ഇനി എഴുതുന്നതെന്ന്. അപ്പോൾ ബൈനറി ഫിഷൻ നമ്മൾ പറഞ്ഞു ട്രോപ്പോസൈറ്റ്സിലാണ് നടക്കുന്നത്. അപ്പോൾ ട്രോപ്പോസൈറ്റ്സ് എന്ന് പറയുന്നത് ഫുള്ളി മെച്ചർ, മോട്ടൈൽ, ഫീഡിങ് ആൻഡ് ഗ്രോയിങ് സ്റ്റേജ് ഓഫ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയാണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കാൻ ഒരു പാടുമില്ല. ട്രോപ്പോസൈറ്റ് എന്ന് പറയുമ്പോൾ ഫുള്ളി മെച്ചറാണ്, മോട്ടൈലാണ്, ഫീഡിങ് ആണ്, ഗ്രോയിങ് സ്റ്റേജ് ഓഫ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയാണ്. ഇനി ഇത് നമ്മൾ പറഞ്ഞു ബൈനറി ഫിഷൻ വഴിയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ബൈനറി ഫിഷൻ എന്ന് പറയുമ്പോഴേ അറിയാമല്ലോ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ട്രോപ്പോസൈറ്റ് സ്റ്റേജ് മൾട്ടിപ്ലൈസ് അസെക്ഷലി ബൈ റിപ്പീറ്റഡ് ബൈനറി ഫിഷൻ വിത്ത് ഇൻഡസ്റ്റൈൻ ഓഫ് ലൂമൻ. അതായത് ഇൻഡസ്റ്റൈനൽ ലൂമനിൽ വെച്ചാണ് ഇത് ബൈനറി ഫിഷൻ നടക്കുന്നത്. ഇത് ന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് 2 ആകുന്നു. ന്യൂക്ലിയസ് ഡിവൈഡ്സ് മൈറ്റോട്ടിക്കലി ഇൻറ്റു 2. ദിസ് ഈസ് ഫോളോഡ് ബൈ ദ ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം ബൈ കൺസ്ട്രക്ഷൻ. ഇത് കഴിഞ്ഞ ഉടനെ അറിയാമല്ലോ, സൈറ്റോപ്ലാസവും ഡിവൈഡ് ചെയ്യും. അപ്പോൾ ബൈനറി ഫിഷനിൽ നമ്മൾ ട്രോപ്പോസൈറ്റ്സിനെ പറ്റി പറഞ്ഞു. ട്രോപ്പോസൈറ്റ്സ് എന്ന് പറയുന്നത് മെച്ചർ, മോട്ടൈൽ, ഫീഡിങ്, ഗ്രോയിങ് സ്റ്റേജ് ഓഫ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയാണ്. ഇത് അസെക്ഷലി റിപ്പീറ്റ് ചെയ്താണ് ബൈനറി ഫിഷൻ വഴി എവിടെയാണ്, ഇൻഡസ്റ്റൈനൽ ലൂമനിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവയുടെ ന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് 2 ആകുന്നു. ഇത് ഫോളോ ചെയ്ത് സൈറ്റോപ്ലാസത്തിൻ്റെ ഡിവിഷനും പോസിബിൾ ആകുന്നു. നമ്മുടെ ട്രോപ്പോസൈറ്റിന് 2 ഫോംസ് ഉണ്ട്: മാഗ്ന ഫോമും മൈന്യൂട്ട ഫോമും. മാഗ്ന ഫോം റെപ്രസെൻറ്റ് ദ ലാർജ് സൈസ്ഡ് ആക്റ്റീവ്ലി ഫീഡിങ് പാത്തോജനറ്റിക് ഫോം. ഞാൻ നേരത്തെ പറഞ്ഞു മാഗ്ന എന്ന് പറയുന്നത് എന്താണ്, വലുതാണ്, അവ ആക്റ്റീവ്ലി ഫീഡ് ചെയ്യുന്നുണ്ട്, പാത്തോജനറ്റിക് ആണ്. ഇത് നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിലെ ടിഷ്യൂസിൽ പെനട്രേറ്റ് ചെയ്താണ് കാണപ്പെടുന്നത്. ആ കുറച്ച് വാക്കുകൾ ഓർത്ത് വെച്ചേക്കുക. ഈ സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
ഇങ്ങനെ ഇതുപോലെ നമ്മൾ തന്നെ ഓർത്താൽ മതി, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ഇങ്ങനെ പെനട്രേറ്റ് ചെയ്യുന്നത് മൂലം ഇവിടുത്തെ ടിഷ്യൂ ഒക്കെ ഡെൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രോ ചെയ്യുന്നുണ്ട്. ഇത് മൂലം, അതായത് ഇത് മൂലം ഹോസ്റ്റിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഹോസ്റ്റിനിൽ ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്ന ഒരു രോഗം പിടിപെടുന്നു. ഇതൊരു രോഗമാണ്. അതായത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ടിഷ്യൂ പെനട്രേറ്റ് ചെയ്യുന്നത് മൂലം ടിഷ്യൂസൊക്കെ ഡിസ്ട്രോ ചെയ്യുകയും ഡ്വെല്ലിങ് സംഭവിക്കുകയും ചെയ്യുന്നു. ആ തരത്തിലുണ്ടാകുന്ന ഒരു ഡിസീസാണ് ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, ഇൻറ്റസ്റ്റൈനൽ അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നത്. ഈ ട്രോപ്പോസൈറ്റ്സ് അതുപോലെ തന്നെ എന്താവാം, ബ്ലഡ് സ്ട്രീമിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാം. ബ്ലഡ് സ്ട്രീമിലൊക്കെ, അതായത് എക്സ്ട്രാ ഇൻഡസ്ട്രിയൽ ഓർഗൻസിലോട്ട് പോവാം. ലിവർ, ഹാർട്ട്, ലങ്സ്, ഇങ്ങോട്ടൊക്കെ പോവാം. ഇത്തരത്തിൽ ഈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ബ്ലഡ് സ്ട്രീമിൽ, അതായത് എക്സ്ട്രാ ഇൻഡസ്ട്രിയൽ ഓർഗനിലോട്ട് പോകുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് എക്സ്ട്രാ ഇൻഡസ്ട്രിയൽ മൈഗ്രേഷൻ എന്നറിയപ്പെടുന്നത്. അതും ഓർത്ത് വെച്ചേക്കണം, എക്സ്ട്രാ ഇൻഡസ്ട്രിയൽ മൈഗ്രേഷൻ. ഈ പോയിൻറ്റ്സിനാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് മൈന്യൂട്ടയും കൂടെ പറയുമ്പോൾ നമ്മുടെ ട്രോപ്പോസൈറ്റിക് സ്റ്റേജ് കഴിയുന്നുണ്ട്. മൈന്യൂട്ട ആദ്യമേ പറഞ്ഞു, നോൺ പാത്തോജനറ്റിക് ആണ്, നോൺ ഫീഡിങ് ആണ്, സ്മോൾ ആണ്, സീൻ അറ്റ് ദി ലൂമൻ ഓഫ് ഇൻറ്റസ്റ്റൈൻ, സ്മാൾ ഇൻറ്റസ്റ്റൈനിലെ ലൂമണിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഈ സ്റ്റേജ് ദിസ് ട്രാൻസ്ഫോം ഇൻറ്റു പ്രീ സിസ്റ്റിക് ഫോം, അതായത് സിസ്റ്റ് ഫോം ചെയ്തില്ല, അതിന് മുമ്പുള്ള ഫോം, ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫോർമേഷൻ ഓഫ് സിസ്റ്റ്. ഈ ഫോമാണ് നെക്സ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രീസിസ്റ്റിക് ഫോമിലേക്ക് പോകാൻ പോകുന്നത്. സെക്കൻഡ് സ്റ്റേജാണ് എൻസിസ്റ്റ്മെൻറ്റ്. പ്രീസിസ്റ്റിക് ഫോർമേഷൻ കഴിഞ്ഞു, നെക്സ്റ്റ് സ്റ്റേജ് എൻസിസ്റ്റ്മെൻറ്റ്, അതായത് ഫോർമേഷൻ ഓഫ് സിസ്റ്റിൻ്റെ ഫോർമേഷനാണ് എൻസിസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രീസിസ്റ്റിക് ഫോമിൽ ഗ്ലൈക്കോജനും അതുപോലെ തന്നെ ക്രോമറ്റോയിഡ് ബോഡീസും ഒക്കെ തന്നെ എൻഡോപ്ലാസത്തിലുണ്ട്. അപ്പോൾ ഇത് തിൻ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് സിസ്റ്റ് വാളൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഈ എൻസിസ്റ്റഡ് സ്റ്റേജിൽ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുമ്പോൾ സ്പെറിക്കൽ ബോഡി മെഷറിങ് ഉണ്ടാകുന്നുണ്ട്. അതായത് 10 to 15 മൈക്രോമീറ്റേഴ്സ് വരെയൊക്കെ ഡയമീറ്ററിൽ വരാറുണ്ട്. ഇവിടെ നിന്ന് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ഇനി പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഈ ക്രോമറ്റോയിഡ് ബോഡീസും അതുപോലെ തന്നെ മെനി ഗ്ലൈക്കോജൻ വാക്യൂൾസും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. സൈറ്റോപ്ലാസത്തിൽ ക്രോമറ്റോയിഡ് ബോഡീസും അതുപോലെ തന്നെ ഗ്ലൈക്കോജൻ വാക്യൂൾസും ഉണ്ട്. ക്രോമറ്റോയിഡ് ബോഡീസ് എന്ന് പറയുന്നത് റോഡ് ഷേപ്പ്ഡ് ആണ്. അതുപോലെ തന്നെ ഇത് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ കമ്പോസ് ചെയ്യുന്നുണ്ട്. അതായത് ക്രോമറ്റോയിഡ് ബോഡി എന്ന് പറയുന്നത് റോഡ് ഷേപ്പ്ഡ് ആണ്. ഇറ്റ് കമ്പോസ്ഡ് ഓഫ് റൈബോ ന്യൂക്ലിയോ പ്രോട്ടീൻ. നമ്മുടെ സിസ്റ്റിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. സിസ്റ്റ് സ്റ്റേജ് അത് ഓർത്ത് വെച്ചേക്കണം, യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ ന്യൂക്ലിയസ്, സിംഗിൾ ന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്തിട്ട് 2 ആവും. അപ്പോൾ ഈ സിസ്റ്റ് ബിക്കം ബൈന്യൂക്ലിയേറ്റഡ്. അതാണ് ഇമ്പോർട്ടൻറ്റ്, എൻസിസ്റ്റ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സിസ്റ്റ് എന്ന് പറയുന്നത് യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. ഈ സിംഗിൾ ന്യൂക്ലിയസ് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത് 2 ആവും. അപ്പോൾ നമ്മുടെ സിസ്റ്റ് ബൈന്യൂക്ലിയേറ്റഡ് ആവും. പിന്നെ അത് ടെട്രാന്യൂക്ലിയേറ്റഡ് ആവും. ടെട്രാന്യൂക്ലിയേറ്റഡ് ആകുമ്പോൾ 4 ആവും. ടെട്രാന്യൂക്ലിയേറ്റഡ് ആവും. അപ്പം ഈ ടെട്രാന്യൂക്ലിയേറ്റഡ് സ്റ്റേജിൽ സിസ്റ്റ് ഹോസ്റ്റിൻ്റെ ബോഡിയിൽ നിന്ന് ഫീക്കസ് വഴി പുറത്തേക്ക് വരും. ഹോസ്റ്റ് ബോഡിയിൽ നിന്ന് നമ്മുടെ ഹോസ്റ്റ് ബോഡിയിൽ നിന്ന് ഈ പാരസൈറ്റിക് ഫോം പുറത്തേക്ക് വരുന്നത് ടെട്രാന്യൂക്ലിയേറ്റഡ് സ്റ്റേജിലാണ്. അപ്പോൾ നമ്മുടെ ഈ സിസ്റ്റ് ഫോമിന് ഏകദേശം ഒരു വീക്സ് അല്ലെങ്കിൽ ഒരു മന്ത് ഇൻസൈഡ് ദ ബോഡി, അതായത് ബോഡിക്ക് ഔട്ട്സൈഡിലേക്ക് ഒരു മന്തോ അല്ലെങ്കിൽ സോ മെനി വീക്സ് ഇതിന് അലൈവായിട്ട് ജീവിക്കാൻ സംഭവിക്കും. മോയിസ്റ്റ് എൻവയോൺമെൻറ്റിൽ തന്നെ ഇത് ജീവനോടെ കാണപ്പെടും. അത് ഓർത്ത് വെച്ചേക്കണം. പിന്നെ അതിനുശേഷം ഒരു ഹോസ്റ്റിൻ്റെ ബോഡിയിലേക്ക് ഇത് റീച്ച് ചെയ്യും. ചിലപ്പോൾ മന്തോളം ഇവ ജീവിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ സം വീക്സ് മാത്രമേ ഔട്ടർ എൻവയോൺമെൻറ്റ്, അതായത് മോയിസ്റ്റ് എൻവയോൺമെൻറ്റ്, അതായത് ഔട്ട്സൈഡ് ഓഫ് ദ ബോഡി, ഹോസ്റ്റ് ബോഡിയുടെ പുറത്ത് ജീവിക്കത്തുള്ളൂ. അപ്പോൾ മെച്ചുവറായിട്ടുള്ള ടെട്രാന്യൂക്ലിയേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഫെക്റ്റീവാണ്. ഇൻഫെക്റ്റീവ് സ്റ്റേജ് ഓഫ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. ഈ പോയിൻ്റ് എഴുതാനേ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ പകരുന്നത്? മോഡ് ഓഫ് ഇൻഫെക്ഷൻ അത് കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ വഴിയാണ്. അപ്പോൾ കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടർ വഴി ഇത്തരത്തിൽ ഇൻഫെക്ഷൻ പരത്തുന്നത് കൊണ്ട് ഈ ഇൻഫെക്ഷനെ കണ്ടാമിനേറ്റീവ് എന്നാണ് അറിയപ്പെടുന്നത്.
അത് എഴുതിയില്ലെങ്കിൽ ആ വാക്കൊന്ന് ഓർത്ത് വെച്ചേക്കണം. എഴുതിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. മോഡ് ഓഫ് ഇൻഫെക്ഷൻ എന്നൊരു ഹെഡിങ് എടുത്തിട്ട് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ഓർ വാട്ടർ എന്ന് എഴുതിയാൽ മതി. ഓർമ്മ ഉള്ളവർ ഇത്തരത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷനെ കണ്ടാമിനേറ്റീവ് എന്നറിയപ്പെടുന്നു എന്നും കൂടെ എഴുതാം. അപ്പോൾ നമ്മൾ എൻസിസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സിസ്റ്റേഷനാണ്. എക്സിസ്റ്റേഷൻ മീൻസ് റിമൂവൽ ഓഫ് സിസ്റ്റ്. ഈ എൻസിസ്റ്റ്മെൻറ്റും എക്സിസ്റ്റേഷനും ഒക്കെ 1 മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ റിമൂവൽ ഓഫ് സിസ്റ്റാണ് എക്സിസ്റ്റേഷൻ. നമുക്ക് വളരെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടേം റിമൂവൽ ഓഫ് സിസ്റ്റ്. എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടെർമിനൽ പാർട്ട് ഓഫ് ദ ഇലിയം സിസ്റ്റ് വാൾ ഈസ് ഡൈജസ്റ്റഡ്. കുറച്ച് ഇൻഡസ്റ്റൈനൽ എൻസൈംസിൻ്റെ ആക്ട് പ്രകാരം നമ്മുടെ ഇലിയത്തിൻ്റെ ടെർമിനൽ പാർട്ടിലെ സിസ്റ്റ് വാള് ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ടെട്രാന്യൂക്ലിയേറ്റഡ് പാരസൈറ്റിനെ മെറ്റാസിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ടെട്രാന്യൂക്ലിയേറ്റഡ് പാരസൈറ്റ് കാളുടെ മെറ്റാസിസ്റ്റ്. ഇത് ഫ്രീ ഇൻറ്റു ലൂമനിലേക്ക് ഫ്രീ ആയിട്ട്, അതായത് എന്താണ്, റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ദിസ് പ്രോസസ് ഈസ് കാൾഡ് എക്സിസ്റ്റേഷൻ. എക്സിസ്റ്റേഷനിൽ വരുമ്പോൾ നമ്മുടെ ടെട്രാന്യൂക്ലിയേറ്റഡ് പാരസൈറ്റിനെ മെറ്റാസിസ്റ്റ് എന്ന് പറയുന്നു. ഈ മെറ്റാസിസ്റ്റ് ബോഡിക്ക് പുറത്തേക്ക് വന്നു. അതാണ് എക്സിസ്റ്റേഷൻ. ഇവിടെ കുറച്ച് ഇൻഡസ്റ്റൈനൽ എൻസൈംസ് ഹെൽപ്പ് ചെയ്യും, അത് ഓർത്ത് വെച്ചേക്കണം. ഈ മെറ്റാസിസ്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ആൻഡ് സൈറ്റോപ്ലാസ്മിക് ഡിവിഷനിൽ അണ്ടർ ചെയ്തിട്ട് 8 യൂണിന്യൂക്ലിയേറ്റഡ് ഡോട്ടർ അമീബ്യൂള് ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ മെറ്റാസിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും ഡിവിഷൻ നടന്ന് 8 യൂണിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഡോട്ടർ അമീബ്യൂൾ ഫോം ചെയ്യുന്നുണ്ട്. ദീസ് ഡെവലപ്പ് ഇൻറ്റു ട്രോപ്പോസൈറ്റിക് ബൈ ഫീഡിങ് ആൻഡ് ഗ്രോത്ത്. ഇത് വീണ്ടും ട്രോപ്പോസൈറ്റിക് സ്റ്റേജിലോട്ട് കടക്കുകയാണ്. ട്രോപ്പോസൈറ്റ് അതായത് ഫീഡിങ്ങും ഗ്രോത്തും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇൻഡസ്റ്റൈനൽ ടിഷ്യൂവിൽ ആക്റ്റീവ് ഫോമായിട്ടുള്ള മാഗ്നയും അതുപോലെ തന്നെ എന്താണ് നോൺ പാത്തോജനിക് ഫോമായിട്ടുള്ള മൈന്യൂട്ടയും ഫോം ചെയ്യുന്നുണ്ട് ഈ ട്രോപ്പോസിസ്റ്റിൻ്റെ ഫലമായിട്ട്, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ഈ മൈന്യൂട്ട ഫോമിന് ഹിസ്റ്റോളിറ്റിക് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഈ ഹിസ്റ്റോളിറ്റിക് എൻസൈംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽസിനെയൊക്കെ ദഹിപ്പിക്കാൻ കഴിവുള്ള എൻസൈംസാണ് ഹിസ്റ്റോളിറ്റിക് എൻസൈംസ്. ഇത് റെഡ് ബ്ലഡ് സെൽസിലോട്ട് ഇൻജസ്റ്റ് ചെയ്യുന്നത് വഴിയാണ് സെൽസൊക്കെ ദഹിച്ചു പോകുന്നത്, അതായത് ഡിസ്ട്രോയ് ആയി പോകും. അപ്പോൾ നമ്മുടെ മാഗ്നയ്ക്ക് അവിടെ പെനട്രേറ്റ് ചെയ്ത് ബോഡി വാളിൽ പെനട്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം റിപ്പീറ്റഡ്ലി ബൈനറി ഫ്യൂഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്പർ റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ടെട്രാന്യൂക്ലിയേറ്റഡ് സിസ്റ്റിൽ മൈന്യൂട്ട എന്ന് പറയുന്നത് ഒരു പാരസൈറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനായിട്ട് ഉണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത് നോൺ പാത്തോജനിക് ആണെങ്കിലും മൈന്യൂട്ട ഫോം പാരസൈറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നുള്ളത് മറന്നു പോകരുത്. നെക്സ്റ്റ് ഒരു ഹെഡിങ് എടുത്തിട്ട് പാത്തോജൻസി എന്ന് പറഞ്ഞ് എഴുതണം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇൻഡസ്റ്റൈനൽ അമീബിയാസിസും അമീബിക് ഡിസെൻട്രി എന്താണെന്ന് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഡിസീസ് കേഴ്സ്ഡ് ബൈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കേനിയൻ അമീബിയാസിസ് എന്ന് പറയുന്നത് നമ്മുടെ ട്രോപ്പോസൈറ്റ്സിൻ്റെ മാഗ്ന ഫോം എന്ന് പറയുന്നത് നമ്മുടെ മ്യൂക്കോസ് അല്ലെങ്കിൽ സബ് മ്യൂക്കോസ് ടിഷ്യൂസിലെ ലാർജ് ഇൻഡസ്ട്രിയിലെ മ്യൂക്കോസ് അല്ലെങ്കിൽ സബ് മ്യൂക്കോസ് ഇതിൽ പെനട്രേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ഇൻഡസ്റ്റൈനൽ അമീബിയാസിസ് അല്ലെങ്കിൽ അമീബിക് ഡിസെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാരസൈറ്റിക് അതുപോലെ തന്നെ ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോലിക്ക എന്ന് പറയുന്ന എൻസൈം. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹോസ്റ്റിൻ്റെ സെൽസിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. ബ്ലഡ് സെൽസിൽ ഇതാക്കി കൊടുക്കുമ്പം ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈനൽ ടിഷ്യൂസിൻ്റെ ഡിസ്ട്രോഷന് ഇത് കാരണമാവുന്നു. അതാണ് അതിൻ്റെ പാരസൈറ്റിക് ഇതെന്ന് പറയുന്നത്. അപ്പം ഇൻഡസ്റ്റൈനൽ അമീബിയാസിസും നോക്കി, അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് ആ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന എൻസൈംസ് ടിഷ്യൂസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതും ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളാണ് അബ്ഡോമിനൽ പെയിൻ, അതുപോലെ തന്നെ പീരിയോഡിക് ലൂസ് ഓഫ് സ്റ്റൂൾസ് വിത്ത് ബ്ലഡ് ആൻഡ് മ്യൂക്കസ്, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫീവർ, അതുപോലെ തന്നെ വെയ്റ്റ് ലോസ്, ഇതൊക്കെ ഉണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളാണ്. പിന്നെ എക്സ്ട്രാ ഇൻഡസ്റ്റൈനൽ അമീബിയാസിസ് ലങ്സിലൊക്കെ പോയി ഉണ്ടാകുന്നത്, അതൊക്കെ ഡെത്തിന് വരെ കാരണമാകാം. എക്സ്ട്രാ ഇൻഡസ്റ്റൈനൽ അമീബിയാസിസ് ഒക്കെ വരുമ്പോൾ ഡെത്തിന് വരെ കാരണമാകാം. അപ്പോൾ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അപ്പം അതായത് ഒരു ക്യാരി ചെയ്യുന്ന പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും ഒരു എന്താണ് ഹോസ്റ്റ് ബോഡി എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിവുള്ള ഒരിതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ പ്രിവെൻറ്റീവ് മെത്തേഡ് എന്താണ്, അമീബിക് ഡിസെൻട്രി എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ
ഫീക്കൽ മാറ്റേഴ്സിൻ്റെ ഒരു സാനിറ്ററി ഡിസ്പോസൽ, വൃത്തി, അതായത് പേഴ്സണൽ ഹൈജീൻ ആൻഡ് പബ്ലിക് ഹൈജീൻ, അത് തന്നെയാണ് മെയിൻ കാര്യം. അത് നമുക്കിതാക്കാം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ടോയ്ലറ്റ് യൂസിന് ശേഷം ഹാൻഡ്സ് ആൻറ്റിസെപ്റ്റിക് സോപ്സ് യൂസ് ചെയ്ത് വാഷ് ചെയ്യാം. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ കണ്ടാമിനേഷൻ ബൈ ഹൗസ് ഫ്ലൈസ്, കോക്രോച്ച് എക്സെട്ര, ഇവയിൽ നിന്നൊക്കെ ഫുഡ് കണ്ടാമിനേറ്റ് ഫുഡ് ആകുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് ഫുഡ് അടച്ചു വെച്ചേക്കുക, തുറന്നു വെച്ച ഭക്ഷണം കഴിക്കാതിരിക്കുക, ചൂടാക്കിയ വെള്ളം മാത്രം കുടിക്കുക, അത്ര. ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബോയിൽഡ് വാട്ടർ ഡ്രിങ്ക് ചെയ്യുക, അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ പ്രോപ്പർ വാഷിംഗ്, പിന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ഫീക്കസ് ബിഫോർ യൂട്ടിലൈസേഷൻ ഓഫ് ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് കെമിക്കലായിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെ പ്രൊവൈഡിങ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ്, അത് കൊടുക്കണം. കാരണം ചിലർ ഹോസ്പിറ്റലൈസേഷനൊക്കെ സമ്മതിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഗുഡ് അവയർനെസ് എഡ്യൂക്കേഷൻ നൽകുന്നത് വഴി അതൊന്ന് ഇല്ലാണ്ടാക്കുക. അപ്പോൾ ഇതാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന ഒരു എസ്സേ. ഞാൻ നല്ല ബ്രീഫായിട്ട് തന്നെ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇതെഴുതാൻ നമുക്ക് എസ്സേക്ക് 15 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഒരുപാട് പേർക്ക് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ ലൈഫ് സൈക്കിൾ അറിയായിരിക്കും. അത് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കുന്നതായിരിക്കും എൻ്റെ ഈ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു. അത് നിങ്ങൾക്ക് ഫലപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൂടെയൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തേക്കുക. താങ്ക്